കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവിന് നാടിന്റെ അന്ത്യാഞ്ജലി. രാഷ്ട്രീയ നേതാക്കളടക്കം നിരവധി പേരുടെ സാന്നിധ്യത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. മൃതദേഹം രാവിലെ കോട്ടയം തലയോലപ്പറമ്പിലെ വീട്ടിലെത്തിച്ചപ്പോൾ വികാരനിർഭരമായ രംഗങ്ങൾക്കാണ് എന്നെ കൊണ്ട് പറ്റൂലമ്മ അമ്മ എന്നിട്ട് പോലമ്മ അമ്മ അവരെടുത്ത് മാറാൻ പറയും. മനു ഇപ്പുറത്തന്നെ എടുക്കോ മനു 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 എടുക്കോ. രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ച ഉണ്ടായെന്ന് ബിന്ദുവിന്റെ കുടുംബം ആവർത്തിച്ചു. ഉത്തരവാദിത്തപ്പെട്ടവരുടെ വീഴ്ചയാണ് മരണത്തിലേക്ക് നയിച്ചത്. ആരോഗ്യമന്ത്രിയോ മറ്റു ഉത്തരവാദിത്തപ്പെട്ടവരോ വിളിച്ചൊരു ആശ്വാസവാക്ക് പറഞ്ഞില്ലെന്നും ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ പ്രതികരിച്ചു. കാണാനില്ലാത്തപ്പോൾ അവിടെ ബഹളമായല്ലോ. അവിടെ ബഹളമായപ്പോൾ പാർട്ടി കിടന്ന് നമ്മുടെ ഇപ്പോൾ ഈ ബിന്ദു ഇരുന്ന പാർട്ടി, എൻ്റെ കൊച്ചിരുന്ന പാർട്ടിയിലുള്ള ആൾക്കാരെയൊക്കെ മാറ്റിയല്ലോ. അവിടെ ഓപ്പറേഷൻ ചെയ്തവർ കിടക്കുന്നവരുണ്ട്, ബാക്കിയുള്ള ആൾക്കാർ കിടക്കുന്നവർ എല്ലാവരെയും അവർ മാറ്റി കെട്ടിടം ഒഴിഞ്ഞ് വരിക എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഉള്ള എല്ലാം ഷിഫ്റ്റ് ചെയ്തവിടെ. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൊച്ചിനെ എടുത്തുകൊണ്ട് പോയി. ഭാര്യയെ കാണാനില്ല. ഞാൻ തിരക്കി പിടിച്ച് തന്നപ്പം ഈ കുഞ്ഞ് പറയുന്നത് അമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന കാര്യം എനിക്കും അറിയത്തില്ലായിരുന്നു. ഏതാ കെട്ടിടത്തിൻ്റെ അവശിഷ്ടത്തിൻ്റെ അടിയിൽ കിടക്കുന്നത് എനിക്കറിയാം. ഞാൻ ആരുടെടുത്തും പറഞ്ഞത് എനിക്കറിയത്തില്ലല്ലോ അവിടെ ഉണ്ടെന്നുള്ള കാര്യം. ഇവള് മിസ്സായെന്നാണ് ഞാൻ അപ്പോഴും അറിയുന്നത്. ഈ ബഹളം കേട്ടപ്പോൾ ഇറങ്ങി ഓടി മറ്റുള്ള ആൾക്കാരോട് പുറത്ത് പോയെന്നാണ് എനിക്ക് തന്നെ തോന്നിയത്. പക്ഷേ ഈ കെട്ടിടത്തിൻ്റെ അടിക്ക് കിടക്കുന്ന കാര്യം എനിക്കും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ കാഷ്വാലിറ്റി പോയി നോക്ക്, അവിടെ കൊണ്ടൊന്നും വെച്ച് ഇവിടുന്ന് പോയ കുറേ ആൾക്കാരെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അവിടെ ചെന്ന് ഓടി നോക്കുമ്പോൾ ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അങ്ങനെ ഒരാൾ അവിടെ ചെന്നിട്ടില്ല. പിന്നെ പോലീസുകാരെല്ലാം അവിടെ പിടിച്ചിട്ട് എന്നെ അവിടെ നിർത്തിയിട്ട് പിന്നുള്ള കാര്യങ്ങൾ കിട്ടിയെന്നുള്ള കാര്യങ്ങൾ എന്നെ മറച്ചു വയ്ക്കുകയായിരുന്നു. അതാ ബോഡി കിട്ടി, JCB വന്ന് കുത്തിയെടുക്കുവാനും. JCB റാമ്പിൽ കൂടെ വരാനൊക്കെ പാടാത്. മെഡിക്കൽ കോളേജിൻ്റെ റാമ്പിൽ കൂടെ വരണ്ട. ഇത് വന്നിട്ട് ഒരു സൈഡിലാണ് ഈ ബാത്റൂം ഇരിക്കുന്നത്. അവിടെ നിന്നെല്ലാം പിന്നെ JCBയുടെ കൈ വെച്ച് കുത്തി ഇളക്കി സ്ലാബിൽ നിന്ന് അടിയിൽ നിന്ന് എടുക്കുമായിരുന്നു. ഞാൻ കണ്ടില്ല. അതേസമയം ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസും BJPയും അടക്കം വിവിധ പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധം തുടരുകയാണ്. തിരുവനന്തപുരത്തും കോട്ടയത്തും പ്രതിഷേധം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. വിവരങ്ങളുമായി ഡാനി പോളും കോട്ടയത്ത് നിന്ന് ഡാനി പോളും ശ്രീജിത്തും ചേരുന്നുണ്ട്. ആദ്യം ശ്രീജിത്തിലേക്കാണ്. ശ്രീജിത്ത്, ഒരു സർക്കാരിൻ്റെ ഒരു ആരോഗ്യവകുപ്പിൻ്റെ അനാസ്ഥ മൂലം നഷ്ടപ്പെട്ടത് ഒരു വീട്ടമ്മയുടെ ജീവനാണ്. ഏറെ വികാരനിർഭരമായ കാഴ്ചകളാണ് തലയോലപ്പറമ്പിലെ ആ വീട്ടിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം അമ്മയെ നഷ്ടപ്പെട്ട മക്കളുടെ വിലാപം അതൊരു പക്ഷേ കേരളത്തിൻ്റെ മനസ്സിൽ നിന്നും ആ മകൻ്റെ കണ്ണീര്, ആ നിലവിളി അങ്ങനെ പെട്ടെന്നൊന്നും ആയില്ല. നമുക്കറിയാം. കാരണം ഒരു വശത്ത് വലിയ പ്രതിഷേധമൊക്കെ ഉയരുമ്പോഴും എത്രയൊക്കെ ഒരു സർക്കാർ സംവിധാനങ്ങൾ മന്ത്രിയെ ന്യായീകരിക്കുമ്പോഴും ആ കുടുംബത്തിൻ്റെ വേദന അവരുടെ മാത്രമാണ്. അത് ഈ ദിവസങ്ങൾ ഒരുപക്ഷെ നമ്മളത് ഏറ്റെടുക്കുമായിരിക്കും. അതിനുശേഷം ഇതുപോലുള്ള പിഴവുകൾ വീണ്ടും സംഭവിക്കും, വീഴ്ചകൾ സംഭവിക്കും. വീണ്ടും ഒരു ജീവൻ നഷ്ടമാകുന്നതുവരെയും ഇതുപോലുള്ള സംവിധാനങ്ങൾ, വീഴ്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഇവിടെ ഈ ഒരു സർക്കാരിൻ്റെ പ്രതിനിധി പോലും ബിന്ദുവിൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തില്ല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അത് പ്രതിഷേധം ഭയന്നുകൊണ്ടാകാം. കാരണം പൊതുജനങ്ങൾ, ഈ കേരളം അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾക്കപ്പുറം കേരളത്തിൻ്റെ മനസ്സും ആ കുടുംബത്തിനൊപ്പമാണ്. സർക്കാരിൻ്റെ ഈ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയ്ക്കെതിരെ വലിയ രീതിയിലുള്ള അമർഷമാളിക്കത്തുന്നുണ്ട്. ഇപ്പോഴും അത്തരം പ്രതിഷേധം ഉയരുന്നുണ്ടോ? കോട്ടയത്തെ സാഹചര്യം എന്താണ്? പ്രതിഷേധവുമായി കൂടുതൽ സംഘടനകൾ ഇനി രംഗത്തെത്താനുള്ള, മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധവുമായി കൂടുതൽ സംഘടനകൾ രംഗത്തെത്താനുള്ള സാധ്യതയുണ്ടോ ശ്രീജിത്ത്?
ടോം, ഏതാണ്ട് പ്രതിപക്ഷ സംഘടനകളൊക്കെ തന്നെയും ഇവിടെ പ്രതിഷേധ പരിപാടികൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു. രാവിലെ DCCയുടെ മാർച്ചാണ് ആദ്യം എത്തിയത്. അതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് എത്തി. പിന്നാലെ ഇപ്പോൾ BJPയുടെ മാർച്ചും എത്തി. അത് ഈ 3 മാർച്ചുകളും കഴിഞ്ഞിരിക്കുകയാണ്. തുടർ മാർച്ചുകളുണ്ട്. 7-ാം തീയതി BJP സംസ്ഥാന നേതൃത്വത്തിന്റെ നേതൃത്വത്തിലുള്ള മാർച്ചുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യുന്ന മാർച്ചുണ്ട്. വരും ദിവസങ്ങളിൽ UDFന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ മാർച്ചുകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംസ്ഥാന വ്യാപകമായി ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധവും ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. ആരോഗ്യമന്ത്രിയുടെ രാജി ഉണ്ടായേ തീരൂ എന്ന നിലപാടാണ് ഈ പ്രതിപക്ഷ കക്ഷികളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. വലിയ പ്രതിഷേധം CPMനുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള പല നേതാക്കളുടെയും പ്രതികരണത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിലടക്കം നിന്ന് മനസ്സിലാക്കേണ്ടത്. അത് ജില്ലാ നേതൃത്വം അതിന് അന്വേഷണത്തിന് നിർദ്ദേശം നൽകുക പോലും ചെയ്ത സാഹചര്യമുണ്ട്. എന്തായാലും കടുത്ത വിമർശനം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ഇതൊരു ഉദ്യോഗസ്ഥതല വീഴ്ച എന്ന നിലയിലേക്ക് ഒരു പരിധിവരെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് എത്തി രക്ഷാപ്രവർത്തനത്തിന്റെ ഏറ്റവും ആദ്യഘട്ടത്തിൽ എത്തിയൊരു സംഭവമാണുള്ളത്. എന്നിട്ട് പോലും ഈ ആരോഗ്യമന്ത്രി തന്നെ പറയുകയാണ് ഇതിന് എല്ലാവരെയും ക്ലിയർ ചെയ്തു എന്ന വിവരം പറയുകയാണ്. ഏതാണ്ട് 2 മണിക്കൂർ കഴിഞ്ഞാണ് പിന്നീട് ഈ ഹിറ്റാച്ച് ഉൾപ്പെടെ കൊണ്ടുവന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇതെല്ലാം പിന്നീടും അതെല്ലാം വൈകുന്നു. ഇതിനിടെയാണ് ഏതാണ്ട് 3 മണിക്കൂറോളം കഴിയുമ്പോഴാണ് ഈ മൃതദേഹമായി തന്നെ ഏതാണ്ട് മരിച്ച നിലയിൽ തന്നെ ബിന്ദുവിന്റെ ശരീരം ഇതിനുള്ളിൽ നിന്ന് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. മെഡിക്കൽ കോളേജാണ് ഏറ്റവും ആദ്യഘട്ടത്തിൽ തന്നെ ഈ ശരീരം പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അടിയന്തര ചികിത്സാ സഹായങ്ങൾ ചെയ്യാൻ കഴിയുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ കക്ഷികൾ ആരോപിക്കുന്നത്. അതായത് സ്വന്തം മകളുടെ ചികിത്സയ്ക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി ആശ്രയിച്ചൊരു കേന്ദ്രത്തിൽ നിന്ന് തന്നെ, അതും സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് തന്നെ സ്വന്തം ജീവൻ അർപ്പിക്കേണ്ടി വന്ന ഒരു വീട്ടമ്മയുടെ, ഒരു വീടിനാകെ ആശ്രയമായ ഒരു വീട്ടമ്മയുടെ ദുരവസ്ഥയാണ്. അതിലാണ് കേരളത്തിന്റെ രോഷം ഈ നിലയിൽ വലിയ രീതിയിൽ ഉയർന്നു വരുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. തീർച്ചയായും ആരോഗ്യമന്ത്രിയുടെ രാജി എന്നൊരാവശ്യത്തിൽ നിന്ന് അതിശക്തമായി അവർ മുന്നോട്ട് പോകുന്ന ആ നിലയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. വരും ദിവസങ്ങളിലും സമരമുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീജിത്തിലേക്ക് മടങ്ങി വരാം. ഡാനി ഇപ്പോൾ കൂടി ചേരുന്നുണ്ട്. ഡാനി, രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ച ഉണ്ടായെന്ന് ബിന്ദുവിന്റെ കുടുംബം ആവർത്തിക്കുന്നുണ്ട്. ഉത്തരവാദിത്തപ്പെട്ടവരുടെ വീഴ്ചയാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് പറയുന്നു. ആരോഗ്യമന്ത്രിയോ മറ്റ് സർക്കാരിൻ്റെ പ്രതിനിധികളോ ഇവർ ഈ കുടുംബത്തെ വിളിച്ചൊരു ആശ്വാസ വാക്കുപോലും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ബിന്ദുവിൻ്റെ സംസ്കാര ചടങ്ങിൽ സർക്കാരിൻ്റെ പ്രതിനിധികളായി, അതായത് സർക്കാരിൻ്റെ പ്രതിനിധിയായി ആകെ പങ്കെടുത്തതെന്ന് പറയുന്നത് ജില്ലാ കളക്ടർ മാത്രമാണ്. മറ്റ് ജനപ്രതിനിധികൾ ആരും പങ്കെടുത്തില്ല. എന്തായിരുന്നു ആ സംസ്കാര ചടങ്ങിൽ ഈ സർക്കാരിൻ്റെ പ്രതിനിധികൾ ആരും പങ്കെടുക്കാത്തതിൻ്റെ കാരണം എന്തായിരിക്കാം? പ്രതിഷേധം ഭയന്നിട്ടായിരിക്കുമോ? ടോം, ഇക്കാര്യത്തിൽ ഒരു പ്രത്യേക വിശദീകരണം ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും പ്രതിഷേധത്തിന്റെ എല്ലാവിധ സാഹചര്യങ്ങളും നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു. കാരണം ഇങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയാമായിരുന്നുവെന്ന് പൊതുവിൽ വിശ്വസിക്കപ്പെടുന്ന ഒരു സംഭവവും സാഹചര്യവുമാണ് ഉണ്ടായിരുന്നത്. കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നെങ്കിൽ ബിന്ദുവിനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നുവെന്നാണ് ഭർത്താവ് അടക്കമുള്ളവർ പറയുന്നത്. പക്ഷെ അത്തരം സാഹചര്യം ഉണ്ടായില്ല. അതുകൊണ്ട് പൊതുവിലൊരു രോഷം അവിടെയുണ്ട്. എങ്കിലും അത് ഇന്ന് പുറമെ അതൊന്നും പ്രകടമായിരുന്നില്ല. പക്ഷേ സർക്കാർ പ്രതിനിധികൾ ആരെങ്കിലും അവിടേക്ക് കളക്ടറിനപ്പുറം മറ്റാരെങ്കിലും എത്തുമോ എന്ന് എല്ലാവരും തന്നെ അന്വേഷിച്ചിരുന്നു. പക്ഷെ അതുണ്ടായില്ല. ജില്ലാ കളക്ടർ ആണ് എത്തിയത്. ഒപ്പം തന്നെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ കുടുംബത്തിന്റെ ഒരു സങ്കടം എന്ന് പറയുന്നത്, ഇന്നലെ അവിടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വന്നിരുന്നു. അപ്പോൾ ഈ ഒരു ദുരന്തം നടന്ന് അത്തരം കാര്യങ്ങൾ സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ ആരും തന്നെ ഒരു കാര്യവും അന്വേഷിച്ചിരുന്നില്ല. തങ്ങളെ വിളിച്ച ഒരു വാക്ക് പറയുവാനോ കാര്യങ്ങൾ അന്വേഷിക്കുവാനോ ഒന്നും ചെയ്തിരുന്നില്ല എന്നുള്ള കാര്യമാണ് അവർ പങ്കുവയ്ക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സങ്കടം എല്ലാവരിലും ഉണ്ട് എന്നവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. സർക്കാരിൽ നിന്ന് എന്ത് ലഭിക്കും എന്നുള്ള രീതിയിലോ അത്തരം പ്രതീക്ഷകളിലോ ഒന്നുമല്ല അവർ നിലനിൽക്കുന്നത്. അവർ പറയുന്നത് സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് ചെയ്യട്ടെ, ഞങ്ങൾ അതിന്റെ പിറകെ പോകുന്നില്ല. തങ്ങൾക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ നഷ്ടം തങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞു. അതിൽ നിന്ന് എങ്ങനെയാണ് ഇനി പുറത്തു വരിക എന്നതെല്ലാമാണ് ആലോചിക്കുന്നത് എന്നതാണ് ഭർത്താവ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് 100% ശരിയാണ്. കാരണം ആ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കാലം അത്രയും അവർ വിയർപ്പൊഴുക്കിയത്. ഭർത്താവിന് അസുഖമാണ്. അത് വലിയ ഭാരപ്പെട്ട ജോലികൾക്കൊന്നും പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. അപ്പോൾ ആ ഭാരം കൂടി പൂർണ്ണമായും ഈ സാധുസ്ത്രീ ചുമലിലേറ്റുകയായിരുന്നു.
അവർ ഒരു തുണിക്കടയിൽ ജോലിക്ക് പോകുന്നു. അങ്ങനെ മിച്ചം വെക്കുന്ന പണം അതോടൊപ്പം തന്നെ കടം വാങ്ങിയും എല്ലാം തന്നെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അങ്ങനെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. മക്കൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം അവർ നൽകി എന്നതാണ് വലിയ ഒരു കാര്യമായിട്ട് തന്നെ നമ്മൾ പറയേണ്ടത്. കാരണം തീർത്തും പ്രതികൂലമായ ഒരു സാഹചര്യമാണ് ജീവിത സാഹചര്യങ്ങൾ. പക്ഷെ അതിനിടയിലും മക്കൾക്ക് അവരാഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് പോകാനായിട്ട് അവർ സ്വയം സമർപ്പിക്കുക തന്നെയായിരുന്നു. മകൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ജോലിക്ക് കയറി അവന്റെ ആദ്യ ശമ്പളം അമ്മയെ ഏൽപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു നവനീത. അതോടൊപ്പം മകളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് അവർ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത്. മകളുടെ ചികിത്സ അത് തുടങ്ങിയിട്ടില്ല. മകൾക്ക് കൂട്ടിരിക്കാൻ വേണ്ടി പോയ അമ്മയാണ് ഇപ്പോൾ ചേതനയേറ്റ വീട്ടിലേക്ക് തിരിച്ചു